നമസ്കാരം. കാണാം നമുക്ക് ഇന്നത്തെ പ്രധാന നുണ. പ്രതിപക്ഷ നേതാവ് നുണ പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഗൂഢസംഘത്തെ വെച്ചുകൊണ്ട് നുണകൾ പ്രചരിപ്പിക്കുന്ന ഒരാളാണ് എന്ന് പറയാണ്. തുടക്കം മുതൽ തന്നെ CPM കൊണ്ടുവരുന്ന ഒരു നറേറ്റീവാണ്. എന്താണ് പ്രതിപക്ഷ നേതാവ് നുണ പറയുന്ന ആളാണ്, നുണേശൻ എന്ന പദാവലിയൊക്കെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ. അതിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട നുണയായി പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 18 മാസത്തെ പെൻഷൻ മുടങ്ങിയെന്ന് സർക്കാർ പറയുന്നുണ്ട്. അങ്ങനെയല്ല, 3 മാസത്തെ പെൻഷൻ മാത്രമേ മുടങ്ങിയിട്ടുള്ളൂ എന്ന് പ്രതിപക്ഷം പറയുന്നു. അത് നുണയാണെന്ന് പറയുകയാണ്. അതെങ്ങനെയാണ് നുണയാവുക? 4ഉം 5ഉം തവണകളായിട്ടാണ് തുക സഹകരണ ബാങ്കുകളിലെത്തിയത്. ആദ്യഘട്ടത്തിൽ പലർക്കും കുടിശ്ശികയും 1 മാസത്തെ മുൻകൂർ പെൻഷനുമടക്കം 19,000 രൂപ വരെ ലഭിച്ചു. ആദ്യഘട്ടത്തിൽ പലർക്കും കുടിശ്ശികയും 1 മാസത്തെ മുൻകൂർ പെൻഷനുമടക്കം 19,000 രൂപ വരെ ലഭിച്ചു. ഞങ്ങൾക്ക് തരുന്ന ലിസ്റ്റും അതിൽ കാണിച്ചിരിക്കുന്ന സംഖ്യ, അത് ഒരു സ്ലിപ്പ് തരുമ്പോൾ ഞങ്ങൾക്ക് ഒരു കഷ്ണം ഞങ്ങളെടുത്ത് ഒപ്പിട്ട് വാങ്ങി വെക്കുകയും അതിന്റെ ഒരു സ്ലിപ്പ് അവർക്ക് കൊടുക്കുകയും വേണം. അതിലുള്ള എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടാണ് ഞങ്ങൾ ഓരോ ആളുകൾക്കും കൊടുത്തോണ്ടിരിക്കുന്നത്. സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ നടന്ന ആദ്യ ദിനത്തെ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനമാണ് ഇപ്പോൾ നടപ്പാക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കുടിശ്ശിക സഹിതം ഗുണഭോക്താവിന് നൽകുന്നതിന് 3,100 കോടി രൂപ LDF സർക്കാർ മാറ്റിവെച്ചു. കുടിശ്ശിക ഉൾപ്പെടെ 13,000 രൂപ വരെ പലർക്കും പെൻഷനായി ലഭിക്കുന്നുണ്ട്. ഈ പറയുന്ന അന്ന് M സ്വരാജിന്റെ ചോദ്യത്തിന് TM തോമസ് ഐസക് കൊടുത്ത മറുപടി സഭാരേഖയാണ്. അതെങ്ങനെ നുണയാവുക? അതിലെ B നമ്പർ ചോദ്യം, ഈ സർക്കാർ എത്ര മാസത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം നടത്തി എന്ന് പറയാമോ എന്നതാണ് ചോദ്യം, B ചോദ്യം. അതിന്റെ ഉത്തരം 2014 നവംബർ മുതലുള്ള കുടിശ്ശികയും, അതായത് സർക്കാർ വന്നേ ഉള്ളൂ 2016 അന്നേരമാണ് 2014 നവംബർ മാസം മുതലുള്ള കുടിശ്ശിക. നവംബർ, ഡിസംബർ, 2015 ജനുവരി മുതൽ ഡിസംബർ വരെ, 2016 ഏപ്രിൽ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഗവൺമെന്റ് വരുന്നത് വരെ. അതായത് 2014 2 മാസം, 2015 12 മാസം, 2016 4 മാസം, 2 + 12 + 4 18 മാസത്തെ കുടിശ്ശികയും അതോടൊപ്പം തന്നെ 2016 ജൂൺ മുതൽ ഈ സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. ഇത് നിയമസഭാ രേഖയുടെ ഭാഗമാണ്. അഡ്വക്കേറ്റ് സേനാപതി വേണു, നിങ്ങൾ കുറച്ചു നാളായി നിയമസഭാ രേഖകൾ വരെ തെറ്റായി ഉദ്ധരിക്കുകയും അതുപോലെ തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോ അസിത പറഞ്ഞ വാക്കുകളുടെ ഈ കാര്യങ്ങളുണ്ടല്ലോ, അതിലപ്പുറം കാതലായി നമ്മളെ നേർക്കുനേർ ബാധിക്കുന്ന വികസന വിഷയങ്ങളിൽ നുണ എന്ന് പറയുന്നതിനെ അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ മൊത്തത്തിൽ ഇതൊരു പ്രൊപ്പഗണ്ട ആകുമ്പോഴേക്കും മൊത്തത്തിൽ ഇതൊരു പ്ലാൻ ഉണ്ടാകുന്ന സംഭവമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പെൻഷൻ 18 മാസം കുടിശ്ശികയായെന്ന് തെളിയിക്കാൻ സർക്കാരിനെ വെല്ലുവിളിച്ചു ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കണക്കുകൾ പരിശോധിച്ചാൽ കുടിശ്ശിക വ്യക്തമാകുമെന്നും വെല്ലുവിളി ഏറ്റെടുക്കുന്നതായും മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. എവിടെ വേണമെങ്കിലും മൈക്ക് കേട്ടിട്ട് നിങ്ങൾ ആര് വേണമെങ്കിലും അദ്ദേഹം വെല്ലുവിളിക്കുന്ന ഏത് സ്ഥലത്ത്, ഏത് സമയത്ത്, ഏത് സൗകര്യത്തിൽ എത്തിച്ചേരാൻ തയ്യാറാണ്. ഓരോ ഘട്ടത്തിലും 2016 മുതൽ ഇങ്ങോട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ള കണക്ക് കൃത്യമായി 1ാം പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാരും എത്ര വർദ്ധിപ്പിച്ചു എന്ന് കൃത്യമായിട്ട് പറയാം. വാഗ്ദാനം പാലിച്ച LDF സർക്കാർ മുന്നോട്ടു പോകുന്നതിലൂടെ കുടിശ്ശിക ഉൾപ്പെടെ വലിയൊരു തുക പെൻഷനായി കയ്യിൽ കിട്ടുന്നതിന്റെ സന്തോഷത്തിലാണ് പെൻഷൻ വാങ്ങുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാർ. അവര് ഇന്നിപ്പോ ബാച്ചന്മാരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നല്ല ധൈര്യത്തിൽ നടക്കാം. പെൻഷൻ കൊണ്ട് ആസ്പത്രിയിലും ജീവിതത്തിലും ഒരാൾക്ക് മുമ്പിടാതെ ജീവിക്കുന്ന ഒരു കാലം ഇപ്പൊ നമ്മൾ ഈ ഗവൺമെന്റ് ആക്കി തീർത്ത്.